CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ CMRLന് തിരിച്ചടി. ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ച ഡിവിഷൻ ബെഞ്ച്. അന്വേഷണത്തിൽ തൽക്കാലം ഇടപെടാനില്ലെന്നും കോടതി. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ബിനോയ്, ഇപ്പോൾ CMRLന് വലിയ തിരിച്ചടി ഏറ്റിരിക്കുകയാണ്. ED അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ശനിയാഴ്ചയാണ് തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് CMRL ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രധാനമായും CMRLൻ്റെ ആവശ്യം അന്വേഷണം നിർത്തിവെപ്പിക്കണം എന്നുള്ളതായിരുന്നു. മാത്രവുമല്ല, ഒരു തെളിവുകളുമില്ലാതെയാണ് ED അന്വേഷണം നടത്തുന്നതെന്നും അവരുടെ ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ന് വാദം കേട്ടപ്പോൾ മുതൽ തന്നെ ED അന്വേഷണം തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്ന് ആമുഖമായി തന്നെ കോടതി സൂചിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ EDക്ക് അന്വേഷണം തുടരാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തുടർ വാദം കേൾക്കുന്നതിനും പൂർണ്ണതോതിൽ വാദം കേൾക്കാനും തയ്യാറാണെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. ഈ CMRL പ്രധാനമായും പറഞ്ഞത് അവർ കൃത്യമായും രേഖകളും FIRഉം രജിസ്റ്റർ ചെയ്യാതെയാണ് ED ഈ അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതായിരുന്നു CMRLൻ്റെ വാദം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം അംഗീകരിക്കാനാകില്ല എന്ന വാദത്തിൽ CMRL ഉറച്ചു നിന്നു. പക്ഷേ അത് കോടതി അംഗീകരിച്ചില്ല. ഒരു കേസ് അന്വേഷിക്കുന്നതിന് FIR രജിസ്റ്റർ ചെയ്തുവെന്നവരെ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഇല്ല. പ്രത്യേകിച്ചും EDക്ക് അന്വേഷണം തുടരാം എന്നുള്ളൊരു നിർദ്ദേശം കോടതിയും പറയുകയായിരുന്നു. അതേസമയം ED കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസം വീണ ടിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനകത്ത് ബാങ്കിൻ സംബന്ധിച്ച രേഖകൾ, ലോക്കർ സംബന്ധിച്ച രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ED കോടതിക്ക് മുന്നിൽ വയ്ക്കൂ. അതിൽ പ്രധാനമായും ഇത്തരം രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ കഴിയും എന്ന് EDയും വാദിച്ചു. മാത്രവുമല്ല, SFIOയുടെ റിപ്പോർട്ട് കൈവശമുണ്ട്. അതിൽ 2,78,00,000 രൂപയുടെ പണമിടപാട് നടന്നിട്ടുണ്ട് എന്നാണ്. അതായത് CMRLും വീണ ടിയും തമ്മിൽ 2,78,00,000 രൂപയുടെ പണമിടപാട് നടന്നിട്ടുണ്ട് എന്നും ED കോടതിയെ അറിയിച്ചു. മാത്രമല്ല, ഈ പണമിടപാടിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ രേഖകളുണ്ട്. പക്ഷേ എന്തിനാണ്, ചെയ്യാത്ത സേവനത്തിനാണ് ഇത്തരത്തിൽ സാമ്പത്തികം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മാസപ്പടി പോലെ തന്നെ കണക്കാക്കപ്പെടാം എന്നായിരുന്നു EDയുടെ നിഗമനവും കോടതിയെ അറിയിച്ചതും. ഇത്തരം കാര്യങ്ങളിന്മേലുള്ള വാദം തുടരാം എന്ന് കോടതിയെ അറിയിച്ചു. പക്ഷേ EDയുടെ മുന്നോട്ടുള്ള അന്വേഷണത്തെ തടയാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. മാത്രമല്ല, പ്രധാനമായിട്ടും CMRL ഉന്നയിച്ച ഒരു കാര്യം, ഈ കേസ് സംബന്ധിച്ച ഒരു രേഖകളും കൈവശമില്ലാതെയാണ് ED അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുന്നതെന്നായിരുന്നു. പക്ഷേ അതിനെല്ലാം എതിരായി, അല്ലെങ്കിൽ ആ വാദങ്ങൾക്ക് മറുവാദവുമായി EDയും എത്തി എന്നുള്ളതാണ്. ED കൃത്യമായി രേഖകൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, വളരെ വേഗത്തിൽ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കാൻ തന്നെയാണ് EDയുടെ ഇപ്പോഴത്തെ തീരുമാനം. അതനുസരിച്ച് വീണ ടിയെ ഇന്നോ നാളെയൊക്കെ തന്നെ ചോദ്യം ചെയ്യും. കാരണം മറ്റ് ഒരു തടസ്സവാദം കൂടി ഉന്നയിച്ച് ഈ EDയുടെ മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേ ഉണ്ടാകുമോ എന്നൊരു സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും കോടതിയുടെ അനുമതി കിട്ടിയ ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കുന്നതിനെക്കുറിച്ചാണ് ED ഇപ്പോൾ നീക്കം തുടങ്ങിയിരിക്കുന്നത്. മാത്രവുമല്ല, ED നടത്തിയ പരിശോധനയിൽ വീണയുടെ ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതിനൊപ്പം തന്നെ വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ HDFC ബാങ്കിൻ്റെ ലോക്കറുകളിൽ വീണയും കൃത്യമായ രേഖകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊരു വിവരവും EDയുടെ പക്കലുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം നടത്താൻ ED തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യം. മാത്രമല്ല, 400-ലധികം പേരിൽ നിന്നും, അതായത് CMRLൻ്റെയും ഒപ്പം തന്നെ ED കണ്ടെത്തുമായ വിവിധ ആളുകളിൽ നിന്നുള്ള മൊഴികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ SFIOയെ ശേഖരിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു ഇപ്പോൾ ED ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, EDയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് തടസ്സപ്പെടുത്താൻ CMRL നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ വാദങ്ങളായി കേൾക്കാൻ തയ്യാറാണെങ്കിൽ തന്നെയും ED അന്വേഷിക്കാൻ, അല്ലെങ്കിൽ EDയുടെ അന്വേഷണത്തിന് തടസ്സമില്ല എന്ന് പറയുന്നത് EDക്ക് അനുകൂലമായ ഒരു സാഹചര്യം കൂടിയാണ്. ഒപ്പം ED പിടിച്ചെടുക്കപ്പെട്ട, അല്ലെങ്കിൽ വീണയിൽ നിന്നും ED പിടിച്ചെടുക്കപ്പെട്ട രേഖകൾ വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും ഇനി ED കടക്കുക. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ED ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ED വീണ ടിയെ മാത്രമല്ല, CMRLൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ ഇനി ചോദ്യം ചെയ്യും. അത്തരത്തിൽ ചോദ്യം ചെയ്യലിലേക്കുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിലാണ് തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് CMRL എത്തി. എന്തായാലും നിലവിൽ തടസ്സവാദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോടതി വാദം കേൾക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വാദം ഒരുപക്ഷെ ഇന്ന് തന്നെ പൂർത്തിയാകും. അന്തിമവാദത്തിന് ശേഷം അവസാനമായൊരു വിധി ഉണ്ടാകുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും EDയുടെ മുന്നോട്ട് പോകുന്ന തടസ്സമുണ്ടാകാത്ത തരത്തിൽ തന്നെയായിരുന്നു കോടതിയുടെ നീക്കം. എന്തായാലും ED ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുന്നു. അന്വേഷണം തുടരും. മാത്രവുമല്ല, 1-2 ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും
വീണയെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. വിളിച്ചു വരുത്തിയോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെത്തിയോ ഒക്കെ ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ ശശിധരൻ കർത്തയുടെ മകൻ ഉൾപ്പെടെയുള്ളവരെയും ചോദ്യം ചെയ്യും. അങ്ങനെ ED അതിൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, വ്യക്തമാണ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലാണ് ഇപ്പോൾ തിരിച്ചടി വന്നിരിക്കുന്നത്. ED അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവച്ചിരിക്കുകയാണ്. ഡിവിഷൻ ബെഞ്ചും അന്വേഷണത്തിൽ തൽക്കാലം ഇടപെടാനില്ലെന്നുമാണ് ഇപ്പോൾ കോടതി അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് DB നോയാണ്. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Classes play class to standard 4. Our specialties: quality education, smart class, music, dance and yoga, molding future generation, kids loving passionate teachers, vehicle facility available, an integrated package at affordable cost. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Email kvmenglishmediumschool@gmail.com. Web kvmems.in. Learn every moment. Live long life.